Dear students, welcome to the next video lecture on circuits and networks. I am Deepak Videv from Vidya Academy of Science and Technology. In today's video, I will be explaining about the parallel resonance phenomena. So, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് ഒരു പാരലൽ RLC സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത് സോഴ്സ് കാണിച്ചിരിക്കുന്നത് എന്താണ് ഒരു കറണ്ട് സോഴ്സാണ്. നമ്മൾ സീരീസ് RLC സർക്യൂട്ടിൻ്റെ കേസിൽ സോഴ്സ് കാണിച്ചിരിക്കുന്നത് വോൾട്ടേജ് സോഴ്സും പാരലൽ RLC സർക്യൂട്ടിൽ എന്താണ് അതൊരു കറണ്ട് സോഴ്സുമാണ്. ഇനി സീരീസ് RLC സർക്യൂട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഫ്രീക്വൻസി നമ്മൾ വേരി ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ തന്നെയാണ് എന്തുണ്ടാവുക റെസൊണൻസ് ഫിനോമിന ഉണ്ടാവുക. ഓക്കെ, സോ ഫ്രീക്വൻസി വേരി ചെയ്യണം. അങ്ങനെ വേരി ചെയ്യുന്ന ഒരു സോഴ്സാണ് നമ്മളൊരു കറണ്ട് സോഴ്സാണ് ഇവിടെ വയ്ക്കുന്നത്, വേരിയബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു കറണ്ട് സോഴ്സ്. ഇനി എന്തുകൊണ്ട് നമ്മളിവിടെ കറണ്ട് സോഴ്സ് വെച്ചു, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സീരീസ് RLC സർക്യൂട്ടിൻ്റെ കേസിൽ എന്തല്ല വെച്ചിട്ടുള്ളത്, കറണ്ട് സോഴ്സ് അല്ല വോൾട്ടേജ് സോഴ്സും. പാരലൽ RLC സർക്യൂട്ടിലാണെങ്കിൽ അത് എന്തായി കറണ്ട് സോഴ്സുമായി. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 എന്ന് വിചാരിക്കുക. അതായത് 0 മീൻസ് എന്താ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ DC സോഴ്സ്, DC കറണ്ട് സോഴ്സ് ആയിരിക്കും. 0 ആണെങ്കിൽ ആ സമയത്ത് 0 ഫ്രീക്വൻസിക്ക് നമ്മുടെ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ω/L ആണ്. സോ 0 ഫ്രീക്വൻസിയിൽ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താവും 0 ആവും. XLൻ്റെ വാല്യൂ ω/L ആയിരുന്നു. അപ്പോൾ F 0 ആകുമ്പോൾ ω 0 ആവും. ω0 ആകുമ്പോൾ എന്താവും XL 0 ആവും. ദാറ്റ് മീൻസ് ഇത് ഇൻഡക്ടർ വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അറ്റ് ദ സെയിം ടൈം കപ്പാസിറ്റർ റിയാക്റ്റൻസ് XC ആണ്, 1/ωc ആണ്. അപ്പോൾ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി 0 ആണെങ്കിൽ XC വിൽ ബി ഇൻഫിനിറ്റി മീൻസ് കപ്പാസിറ്റർ വിൽ ബി ആക്ടിങ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ഇൻഡക്ടർ വിൽ ബി ആക്ടിങ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇതേ സെയിം കാര്യം തന്നെ നമ്മുടെ എന്തിലും ഉണ്ട്, RLC സീരീസ് സർക്യൂട്ടിലുണ്ട്. അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ഫ്രീക്വൻസി 0 ആവുന്ന സമയത്ത് ഇൻഡക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടുമായിട്ടും ആക്ട് ചെയ്യും. ഇനി ഇവിടെ എന്താണ് പ്രോബ്ലം, വോൾട്ടേജ് സോഴ്സ് വെക്കുകയാണെങ്കിൽ കറണ്ട് സോഴ്സിന് പകരം വോൾട്ടേജ് സോഴ്സാണ് നമ്മളിവിടെ വെക്കുന്നു എന്ന് വിചാരിക്കുക. വോൾട്ടേജ് സോഴ്സ് എന്താവും, ഷോർട്ടാവും. വോൾട്ടേജ് സോഴ്സ് ഒരിക്കലും എന്താവാൻ പാടില്ല, ഷോർട്ടാകാൻ പാടില്ല. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് ഷോർട്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താക്കാത്തത്, വോൾട്ടേജ് സോഴ്സ് വയ്ക്കാതെ കറണ്ട് സോഴ്സിനെ ഷോർട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. കറണ്ട് സോഴ്സ് ഒരിക്കലും ഓപ്പൺ ആവരുത് എന്നുള്ള പ്രശ്നമുള്ളൂ. ഇവിടെ എന്താണ് കറണ്ട് സോഴ്സ് ഓപ്പൺ ആവുന്നില്ല. കാരണം എന്താണ്, ഇവിടെ കറണ്ട് സോഴ്സിന് ഈ കറണ്ടിന് പോകാനൊരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉണ്ട്. ഇപ്പോൾ കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഓപ്പൺ ആവുക മീൻസ് കറണ്ട് സോഴ്സ് ഉണ്ട്, അതിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള പാത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഓപ്പൺ സർക്യൂട്ട് വരിക. ഇവിടെ കപ്പാസിറ്റർ ഓപ്പൺ ആയെങ്കിലും പകരം അതിനപ്പുറത്ത് കൂടെ എന്തുണ്ട്, ഇൻഡക്ടറിൽ കൂടെ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉണ്ട്. അപ്പോൾ കറണ്ട് സോഴ്സിന് തിരിച്ച് കറണ്ടിൽ ആ സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് തിരിച്ചെത്താൻ എന്തുണ്ട്, ഒരു പാത്ത് ഉണ്ട്. ആ പാത്ത് ബ്രേക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ കറണ്ട് സോഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ ഒരു വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷോർട്ട് ചെയ്യാനും പാടില്ല. ഇനി നമ്മൾ RLC സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ ഇത് എന്താ ഉണ്ടാവുക, RLC സീരീസ് സർക്യൂട്ടിലാകുമ്പോൾ ഇപ്പോൾ സപ്പോസ് L ഉണ്ട്, C ഉണ്ട്, കറണ്ട് സോഴ്സാണ് വയ്ക്കുന്നതെന്ന് വിചാരിക്കുക. കറണ്ട് സോഴ്സ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, അറ്റ് 0 ഫ്രീക്വൻസി ദ കപ്പാസിറ്റർ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഈ കറണ്ട് സോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കറണ്ട് തിരിച്ച് അങ്ങോട്ട് എത്താനുള്ള ഒരു വഴിയില്ല, ഓപ്പണായി പോകും. അതും ഒരു അൺഡിസൈറബിൾ ആയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കണ്ടീഷനാണ്. ഓക്കെ, സോ ഒരു ബാറ്ററി, നിങ്ങൾക്ക് അറിയാം ബാറ്ററി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷോർട്ട്. നമ്മുടെ ബാറ്ററി ഒക്കെ ഒരു വോൾട്ടേജ് സോഴ്സാണ്. സാധാ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളെല്ലാം വോൾട്ടേജ് സോഴ്സാണ്. അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഷോർട്ട് ചെയ്യാൻ പാടില്ല. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടായി പോകും, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതേപോലെ കറണ്ട് സോഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻറ്റ് കറണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ്. അങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഒരു സോളാർ പാനലാണ് അല്ലെങ്കിൽ സോളാർ സെല്ലാണ്. സോളാർ സെല്ലിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും ഓൾമോസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു കറണ്ട് സോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. സോളാർ സെല്ലിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ പാടില്ല. അത് ഷോർട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നും പറയും. ഓക്കെ, പിന്നെ അത് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് അല്ലാത്തതുകൊണ്ട് ഓപ്പൺ ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്, അതിനെന്ത് ചെയ്യണം, ഷോർട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇതൊരു ജനറൽ ഇൻഫർമേഷനാണ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ കറണ്ട് സോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇനി ഈ റെസൊണൻസ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ,
റെസൊണൻസ് നമ്മൾ സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ റെസൊണൻസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇമ്പിഡൻസിൻ്റെ വാല്യൂ മിനിമം ആവുക, അല്ലെങ്കിൽ ഇമ്പിഡൻസിൻ്റെ റിയൽ പാർട്ട് മാത്രം റിയാക്റ്റൻസ് പാർട്ട്, അതായത് എക്സൽ മൈനസ് എക്സി എന്ന് പറയുന്ന റിയാക്റ്റൻസ് പാർട്ട് എന്താവണം? 0 ആവണം, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് എന്താവണം? 0 ആവണം. അതേപോലെ തന്നെയാണ് പാരലൽ സർക്യൂട്ടിൽ ആർ എൽ സി സർക്യൂട്ടിൽ റെസൊണൻസ് ഉണ്ടാവുന്നത് ഇമ്പിഡൻസിൻ്റെ അല്ല, അഡ്മിറ്റൻസിൻ്റെ ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇമ്പിഡൻസിൻ്റെ അല്ല, അഡ്മിറ്റൻസിൻ്റെ ഇമാജിനറി പാർട്ട് എപ്പോഴാണോ 0 ആവുന്നത് ആ സമയത്താണ് എന്തുണ്ടാവുക? പാരലൽ ആർ എൽ സി സർക്യൂട്ടിൽ റെസൊണൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ സർക്യൂട്ടിൻ്റെ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? y ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു ഇവിടുത്തെ അഡ്മിറ്റൻസ് പ്ലസ് ഇവിടുത്തെ അഡ്മിറ്റൻസ് പ്ലസ് ഇവിടുത്തെ അഡ്മിറ്റൻസ്. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അഡ്മിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1/r ആണ്. ഈ പാർട്ടിൻ്റെ അഡ്മിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 1/j⍵L ആണ്. ദെൻ തേർഡ് പാർട്ട് സിയുടെ കപ്പാസിറ്റർ പാർട്ടിൻ്റെ അഡ്മിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -1/j ആണ്. ദാറ്റ് മീൻസ് 1/ωc ആണ്. സോ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? സോ വൈയുടെ അഡ്മിറ്റൻസിൻ്റെ പാരലൽ സർക്യൂട്ടുകളിൽ അഡ്മിറ്റൻസിൻ്റെ ഇമാജിനറി പാർട്ടായിട്ട് വരുന്നത് എന്താണ്? ഈ ടേമാണ് ωc മൈനസ് 1/ωL എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് ആ ഇമാജിനറി പാർട്ടിനെ നമ്മൾ എന്ത് പറഞ്ഞു? ബി കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇവിടെ ജി എന്ന് പറയുന്നത് 1/r എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്റ്റൻസ് ആണ്. ബി അതേപോലെ ബി എന്ന് പറയുന്നത് എന്താ? സസെപ്റ്റൻസ് എന്ന് പറയും. വൈ ഈസ് അഡ്മിറ്റൻസിന് റിയൽ പാർട്ടിനെ കണ്ടക്റ്റൻസ് എന്നും പറയും, ഇമാജിനറി പാർട്ടിനെ എന്തും പറയും? സസെപ്റ്റൻസ് എന്നും പറയും. ഈ സസെപ്റ്റൻസ് പാർട്ട് അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗയാണ്. ഒമേഗ ഈ ടേമിൽ ഒമേഗ ഇല്ല, പക്ഷേ ഈ ടേമിൽ എന്തുണ്ട്? ഒമേഗ ഉണ്ട്. സോ ബി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ. അതാണ് ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തത്. ഈ ബി പാർട്ട്, ബി എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ബി ഒമേഗ എന്ന് പറയുന്ന ടേം എപ്പോഴാണോ 0 ആകുന്നത് അപ്പോഴാണ് എന്തുണ്ടാവുക? പാരലൽ സർക്യൂട്ടിൽ റെസൊണൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഫ്രീക്വൻസി വേരി ചെയ്തിട്ട് അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇമാജിനറി പാർട്ട് ഓഫ് അഡ്മിറ്റൻസ് ബിക്കംസ് 0 ആൻഡ് സപ്ലൈ കറണ്ട് ആൻഡ് വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ്. അപ്പോൾ എപ്പോഴാണോ ഈ അഡ്മിറ്റൻസിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആവുന്നത് ആ സമയത്ത് നമ്മുടെ സപ്ലൈയിൽ നിന്ന് കറണ്ടും സപ്ലൈക്ക് അക്രോസുള്ള വോൾട്ടേജും, സപ്ലൈക്ക് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിനും ഈ പോയിൻറ്റിനും ഇടയിലുള്ള വോൾട്ടേജ് എന്താവും? ഇൻ ഫേസ് ആവും. നമ്മൾ സീരീസ് റെസൊണൻസിലും ഇതേ കണ്ടീഷൻസ് തന്നെ. അവിടെ സപ്ലൈ വോൾട്ടേജും സപ്ലൈയിൽ നിന്ന് കറണ്ട് എന്താണ്? എപ്പോഴാണോ ഇൻ ഫേസ് ആവുന്നത് അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? റെസൊണൻസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും സപ്ലൈ കറണ്ടും സപ്ലൈ വോൾട്ടേജും ഇൻ ഫേസ് ആവുന്നത് എപ്പോഴാണോ അപ്പോഴാണ് എന്തുണ്ടാവുക? റെസൊണൻസ് ഉണ്ടാവുക. ഈ ഇൻ ഫേസ് ആവുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ അഡ്മിറ്റൻസിൻ്റെ ഇമാജിനറി പാർട്ട്, അതായത് സസെപ്റ്റൻസ് എന്തായി മാറും? 0 ആയി മാറും. ഓക്കെ, സോ ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ്, പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ കണ്ടീഷൻ ഫോർ റെസൊണൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ സസെപ്റ്റൻസ് പാർട്ട് ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താവണം? 0 ആവണം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇത് 0 മീൻസ് ωc ഷുഡ് ബി ഈസ് ഈക്വൽ ടു 1/ωL ആവണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ωc ഷുഡ് ബി ഈസ് ഈക്വൽ ടു 1/ωL. സോ അറ്റ് ഫ്രീക്വൻസി FR ഒമേഗ വിൽ ബി ωr. ദാറ്റ്സ് വൈ ഹിയർ ഒമേഗ ഈസ് ഡിനോട്ടഡ് as ωr. സോ ആ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ നമ്മുടെ എന്താണ്? ωr ഇൻറ്റു സി വിൽ ബി ഈസ് ഈക്വൽ ടു ωr ഇൻറ്റു എൽ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ωr ഈസ് ഈക്വൽ ടു 1/LC തന്നെ കിട്ടും. സോ FR ഈസ് ഈക്വൽ ടു എന്താണ്? 1/2π√LC. ഇത് തന്നെയാണ് സീരീസ് RLC സർക്യൂട്ട് ആണെങ്കിലും പാരലൽ RLC സർക്യൂട്ട് ആണെങ്കിലും റെസൊണൻസിൻ്റെ കണ്ടീഷനിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അഡ്മിറ്റൻസിൻ്റെ ഇമാജിനറി പാർട്ടാണ് 0 ആവേണ്ടത്. പക്ഷേ ആ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? സെയിം തന്നെയാണ്, 1/2π√LC ആണ്. ഓക്കെ, സോ പാരലൽ റെസൊണൻസ് എപ്പോഴാണ് ഉണ്ടാവുക? അഡ്മിറ്റൻസിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആകുമ്പോഴാണ്. ആൻഡ് ദ റെസൊണൻസ് ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു 1/2π√LC. ഓക്കെ, സീരീസ് റെസൊണൻസ് സർക്യൂട്ടിലുള്ള പോലെ തന്നെയാണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.